ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അത്യാവശ്യം ചർച്ചകളൊക്കെ കഴിഞ്ഞ് ശിവൻ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് പോകുന്നത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വൈജയന്തിയോട് സംസാരിച്ചിരുന്നു. അവൾ പറഞ്ഞത് അവിടെ നിൻ്റെ വീടായ കടപ്പാട്ടൂരാണ് പ്രശ്നങ്ങളെന്നാണ് പറഞ്ഞത്. ആ സമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന് ആ പ്രശ്നം തീർക്കാനാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാകുമെന്നൊക്കെ. ഏതായാലും അവരുടെ സംസാരമെല്ലാം കഴിഞ്ഞ് വൈജയന്തി വീട്ടിലോട്ട് വരുന്നത് അലീനയെ കാണാനാണ്. എന്നിട്ട് അലീനയോട് പറയുകയാണ്, നീ കളിച്ചത് വൈജയന്തിയോടാണ്, അത് നീ മറന്നുപോയി. നാളെ എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളും എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ ഈ നിലത്തോട് വലിച്ചിഴച്ച് പുറത്ത് കളയും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്തും പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെയാണ് അലീന നിൽക്കുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് രോഹിത്തും ബബിതയും എല്ലാവരും. ഏതായാലും ഈ സംഭവങ്ങളെല്ലാം അലീനയെ വിളിച്ച് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. ആ സമയം രേവതിക്കുട്ടി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, അവരെല്ലാവരും കൂടെ വന്നിട്ട് സാറിനെ തല്ലുവോ, ഇനി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. അതുപോലെ അലീന ഈ കാര്യം ബാലേന്ദ്രനെ അറിയിക്കുന്നുമുണ്ട്. ആ സമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് തുരത്തുക എന്നതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന്. ആ സമയം അലീനയ്ക്കും ചെറിയ ടെൻഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരം വെളുത്ത് എല്ലാവരും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനു മുൻപ് ബാലേന്ദ്രനെ വിളിച്ച് കാര്യം പറയുവാണ്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അലീനയെ ഞങ്ങൾ പുറത്താക്കിയിരിക്കും, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ എന്ന് പറയുകയാണ്. ഏതായാലും കരുതി തന്നെ ഇരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ.